ഇറ്റലി പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രമുണ്ട്. റോമിൻ്റെ ചരിത്രം, വെനീസിൻ്റെ മനോഹാരിത, ഫ്ലോറൻസിൻ്റെ കല, ഇറ്റാലിയൻ ഭക്ഷണത്തിൻ്റെ രുചി, ലോകത്തെ സ്വാധീനിച്ച ഫാഷൻ, നൂറ്റാണ്ടുകളുടെ സംസ്കാരം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന മനോഹരമായ രാജ്യങ്ങളിലൊന്നാണ് ഇറ്റലി. പക്ഷേ ഈ മനോഹരമായ രാജ്യത്തിന് പിന്നിൽ മറ്റൊരു ഇറ്റലി കൂടിയുണ്ട്. ഈ വരുന്ന ടൂറിസ്റ്റുകൾ അധികം കാണാത്തൊരു ഇറ്റലി. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ജോലി ആരംഭിക്കുന്നു. ഒരു വയോധികൻ്റെ വീട്ടിൽ സഹായവുമായി എത്തുന്ന ഒരാൾ, ഒരു കൃഷിയിടത്തിൽ വിളവെടുപ്പുമായി ഇറങ്ങുന്ന തൊഴിലാളി, ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പുതിയ ഇറ്റലിയെ നിർമ്മിക്കുന്ന ഒരു തൊഴിലാളി, ഒരു ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് സേവനം നൽകുന്ന ജീവനക്കാരൻ. ഇവരൊക്കെയാണ് ഇന്നത്തെ ഇറ്റലിയുടെ മറ്റൊരു മുഖം. ഇവരുടെ പേരാണ് വിദേശ തൊഴിലാളികൾ. ഇനിയൊരു ചോദ്യം, ഈ പറയുന്ന വിദേശ തൊഴിലാളികളില്ലാതെ ഇറ്റലി ഇനി മുന്നോട്ട് പോകുമോ? ചിന്തിച്ചു നോക്കുക. ഇറ്റലിയിൽ ആയിരക്കണക്കിന് വീടുകളിൽ ജോലി ചെയ്യുന്ന കെയർ ഗീവർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളില്ലെങ്കിൽ? ഇനി നിർമ്മാണ മേഖലയിൽ തൊഴിലാളികൾ കുറയുകയാണെങ്കിൽ? ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ജോലി ചെയ്യുന്നവർ ഇല്ലെങ്കിലോ? ഒരു രാജ്യത്തിൻ്റെ ദൈനംദിന ജീവിതം എത്രത്തോളം ബാധിക്കപ്പെടും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുമ്പോഴാണ് വിദേശ തൊഴിലാളികളുടെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഇറ്റലി ഒരു വലിയ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് ലോകപ്രശസ്തമായ വ്യവസായങ്ങൾ, ഏറ്റവും മികച്ച ജീവിത നിലവാരം, ചരിത്രവും സംസ്കാരവും. മറുവശത്ത് ജനസംഖ്യ കുറയുന്നു, വയോധികരുടെ എണ്ണം വർദ്ധിക്കുന്നു, ചില മേഖലകളിൽ തൊഴിലാളികൾ കുറവ് അനുഭവപ്പെടുന്നു. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾക്കിടയിലാണ് വിദേശ തൊഴിലാളികളുടെ കഥ ശരിക്കും ആരംഭിക്കുന്നത്. പലർക്കും ഈ പറയുന്ന കുടിയേറ്റം എന്നത് ഒരു സംഖ്യ മാത്രമാണ്. എത്ര പേർ വന്നു, എത്ര പേർ പോയി, എത്ര തൊഴിലാളികളുണ്ട്. എന്നാൽ ഓരോ സംഖ്യയ്ക്കും പിന്നിൽ ഒരു മനുഷ്യൻ്റെ ജീവിതവുമുണ്ട്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയുണ്ട്, ഒരു പുതിയ രാജ്യത്ത് ജീവിതം തുടങ്ങാനുള്ള ധൈര്യമുണ്ട്. ആഫ്രിക്കയിൽ നിന്ന്, ഏഷ്യയിൽ നിന്ന്, കിഴക്കൻ യൂറോപ്പിൽ നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇറ്റലിയിലേക്ക് എത്തുന്നു. ചിലർ ജോലി തേടി വരുന്നു, ചിലർ കുടുംബമായി വരുന്നു, ചിലർ പുതിയൊരു ഭാവി നിർമ്മിക്കാൻ വരുന്നു. പക്ഷേ ഇതിൽ മറ്റൊരു ഭാഗവുമുണ്ട്. ഇറ്റലിക്ക് ഇവർ എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് വെറും തൊഴിലാളികളുടെ കുറവ് മാത്രമാണോ? അല്ലെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു സാമൂഹിക മാറ്റമുണ്ടോ? എങ്കിൽ ഇതിനുള്ള ഉത്തരം ഇറ്റലിയുടെ ജനസംഖ്യാ മാറ്റത്തിലാണ്. ഒരു കാലത്ത് ഇറ്റലിയിലെ കുടുംബങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. വലിയ കുടുംബങ്ങൾ, ഒരുമിച്ച് താമസിക്കുന്ന തലമുറകൾ, വയോധികരെ നോക്കാൻ വീട്ടിലെ ആളുകൾ, ഗ്രാമങ്ങളിൽ ശക്തമായ കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെയായിരുന്നു സാധാരണ ഒരു ചിത്രം. പക്ഷേ ഇന്നോ ജീവിതം ഫുള്ളായി മാറി. യുവാക്കൾ പഠനത്തിനും ജോലിക്കും വേണ്ടി നഗരങ്ങളിലേക്ക് മാറി. പല കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു. വീടുകൾ ചെറുതായി, കുടുംബങ്ങൾ തമ്മിൽ ദൂരം വർദ്ധിച്ചു. അതേസമയം ആളുകൾ കൂടുതൽ കാലം ജീവിക്കാൻ തുടങ്ങി. ഇതാണ് ഇറ്റലിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു വശത്ത് കൂടുതൽ വയോധികർ, മറുവശത്ത് കുറയുന്ന യുവജനങ്ങൾ. ഈ ഒരു വ്യത്യാസം നികത്താൻ ആരാണ് എത്തുന്നത്? ഇവിടെയാണ് യഥാർത്ഥ വിദേശ തൊഴിലാളികളുടെ പങ്ക് ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് കെയർ മേഖലയിൽ ഒരു വയോധിക വ്യക്തിക്ക് സഹായം നൽകുന്ന ഒരാൾ. അതൊരു ജോലി മാത്രമല്ല, അതൊരു മനുഷ്യബന്ധമാണ്, ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ആശ്വാസമാണ്. എന്നാൽ വിദേശ തൊഴിലാളികളുടെ കഥ കെയർ ഗീവറിൽ മാത്രം അവസാനിക്കുന്നില്ല. ഇറ്റലിയിലെ ഭക്ഷണത്തിൻ്റെ പിന്നിലും അവരുടെ അധ്വാനമുണ്ട്. കൃഷിയിടങ്ങളിൽ അവരുടെ കൈകളുണ്ട്. പുതിയ കെട്ടിടങ്ങളുടെ പിന്നിലും അവരുടെ പരിശ്രമങ്ങളുണ്ട്. ടൂറിസം മേഖലയിലും സേവന മേഖലയിലും അവരുടെ സാന്നിധ്യമുണ്ട്. അവർ പലപ്പോഴും ക്യാമറയ്ക്ക് പിന്നിൽ തന്നെയല്ലേ? പക്ഷേ രാജ്യത്തിൻ്റെ ചലനത്തിൽ അവരുടെ പങ്ക് വളരെ വലുതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയായിരിക്കും. വിദേശ തൊഴിലാളികളില്ലാതെ ഇറ്റലിയുടെ യഥാർത്ഥ ജീവിതം എത്രത്തോളം മാറും? നമുക്ക് കാണാം. ഹായ്, ഞാൻ അഖില ടിബിൻ. ഇറ്റലിയുടെ റിയൽ ഇൻഫർമേഷനും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മളൊരു രാജ്യത്തിൻ്റെ ഭാവി മനസ്സിലാക്കാൻ ആ രാജ്യത്തിൻ്റെ ജനസംഖ്യ നോക്കണം. ഒരു രാജ്യത്ത് എത്ര ആളുകൾ ജീവിക്കുന്നു എന്നത് മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ടത്. അവരിൽ എത്ര പേർ കുട്ടികളാണ്, എത്ര പേർ ജോലി ചെയ്യാൻ കഴിയുന്ന പ്രായത്തിലാണ്,
എത്ര പേർ വയോധികരാണ്? ഇവയെല്ലാം ആ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് ഇറ്റലി നേരിടുന്ന ഏറ്റവും വലിയ മാറ്റത്തിലൊന്നാണ് ജനസംഖ്യയുടെ പ്രായം കൂടുന്നത്. ഒരു കാലത്ത് യുവജനങ്ങളാൽ നിറഞ്ഞിരുന്നു ഇറ്റലി. ഇന്ന് അതേസമയം പതുക്കെ വയോധികരുടെ രാജ്യമായി മാറുകയാണ്. ഇറ്റലിയിലെ ഒരു സാധാരണ ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് പോവാം. പഴയ കല്ലുകൾ കൊണ്ട് കുത്തി നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ, നിശബ്ദമായ ചെറിയ വഴികൾ, കാണാൻ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ. പക്ഷേ ഈ ഒരു മനോഹാരിതയ്ക്ക് പിന്നിൽ ഒരു വലിയ മാറ്റമുണ്ട്. ഈ നഗരങ്ങളിൽ ഒരു കാലത്ത് കുട്ടികളുടെ ശബ്ദം നിറഞ്ഞിരുന്നു. വീടുകളിൽ വലിയ കുടുംബങ്ങളുണ്ടായിരുന്നു. ഇന്ന് പല വീടുകളും ശാന്തമാണ്. യുവാക്കൾ ജോലി നേടി നഗരത്തിലേക്ക് പോയി. ഇനി പലരും വിദേശ രാജ്യങ്ങളിലേക്ക് മാറി. പല വീടുകളിലും അവശേഷിക്കുന്നത് പ്രായമായ മാതാപിതാക്കൾ മാത്രം. ഇറ്റലിയുടെ ഈ ഒരു മാറ്റത്തിന് പിന്നിൽ പ്രധാന കാരണം എന്താണ്? ഒന്നാമതായിട്ട് ജനന നിരക്ക് കുറവ്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇറ്റലിയിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ജീവിത ചെലവ് വർദ്ധിച്ചു, വീട് വാങ്ങുന്നത് ബുദ്ധിമുട്ടായി, ജോലിയിലെ സ്ഥിരത ലഭിക്കാൻ യുവാക്കൾക്ക് കൂടുതൽ സമയം എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം ആരംഭിക്കുന്നത് പലരും വൈകിപ്പിക്കുന്നു. ഇതെല്ലാം ചേർന്ന് ജനസംഖ്യയുടെ ഘടന തന്നെ മാറ്റി. രണ്ടാമത്തെ ഒരു വലിയ മാറ്റം ഇവിടുത്തെ ആയുർദൈർഘ്യം വർദ്ധിച്ചത് തന്നെയാണ്. ഇന്ന് ആളുകൾ മുമ്പത്തേക്കാൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു. മെഡിക്കൽ രംഗത്തെ വളർച്ച, മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ, ജീവിത നിലവാരത്തിലെ പുരോഗതി, ഇവയെല്ലാം ആളുകൾ കൂടുതൽ വർഷം നിലനിൽക്കുന്നു. ഇത് തീർച്ചയായും ഒരു നേട്ടമാണ്. പക്ഷേ അതിനൊപ്പം ഒരു പുതിയ ഉത്തരവാദിത്വവും വരുന്നു. കൂടുതൽ കാലം ജീവിക്കുന്ന ആളുകൾക്ക് കൂടുതൽ കാലവും പരിചരണവും ആവശ്യമായി വരും. ഇവിടെ ഒരു പ്രധാന ചോദ്യമാണ് ഉയരുന്നത്: വയോധികരെ ആരാണ് പരിചരിക്കുക? പഴയ കാലത്ത് അതിൻ്റെ ഉത്തരവാദിത്തം വളരെ ലളിതമായിരുന്നു. കുടുംബം, അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ, ഒരു ബന്ധു, ആരെങ്കിലും കൂടെ ഉണ്ടാകും. പക്ഷേ ഇന്ന് ജീവിതം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു ഇറ്റാലിയൻ ഫാമിലിയെ നോക്കുക. ഒരു വയോധിക അമ്മ, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മകൻ വടക്കൻ ഇറ്റലിയിലെ മറ്റൊരു നഗരത്തിൽ ജോലി ചെയ്യുന്നു. മകൾക്ക് സ്വന്തം കുടുംബവും ജോലിയും ഉണ്ട്. അവർക്കാർക്കും അമ്മയുടെ സ്നേഹമില്ല എന്നല്ല, പക്ഷേ ദിവസത്തിലെ എല്ലാ സമയവും കൂടെ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ കുടുംബത്തിന് ഒരു സഹായം ആവശ്യമായി വരുന്നു. അവിടെയാണ് ഒരു കെയർ ഗീവർ എത്തുന്നത്. ഒരു കെയർ ഗീവർ എന്നത് ഇറ്റലിയിലെ പല കുടുംബങ്ങൾക്കും ഒരു ജോലിക്കാരൻ മാത്രമല്ല, അവരൊരു വിശ്വാസമാണ്. രാവിലെ ഒരു വയോധികനെ ഏൽപ്പിക്കുന്ന കൈകളാണ്. ഭക്ഷണം തയ്യാറാക്കുന്ന കരുതൽ, മരുന്ന് സമയത്ത് ഓർപ്പിക്കുന്ന ഉത്തരവാദിത്തം. സംസാരിക്കാൻ ഒരാൾ കൂടെ ഇല്ലാത്തപ്പോൾ കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യ സാന്നിധ്യം. ഇതെല്ലാം ചേർന്നതാണ് ഈ ഒരു ജോലി. ഇനി ഈ പറയുന്ന ജനസംഖ്യാ മാറ്റത്തിൻ്റെ സ്വാധീനം കെയർ മേഖലയിൽ മാത്രമല്ല ഒതുങ്ങുന്നത്. ഇറ്റലിയിലെ പല പ്രധാന മേഖലകളിലും തൊഴിലാളികളെ ഇന്ന് ആവശ്യമാണ്. കൃഷി അതിലൊന്നാണ്. ഇറ്റലി ലോകത്തിന് നൽകുന്ന പ്രശസ്തമായ ഉൽപ്പന്നങ്ങൾക്ക് പിന്നിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അധ്വാനവും കൂടിയുണ്ട്. മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് കൃഷി, പഴങ്ങളും പച്ചക്കറികളും, ഇവയെല്ലാം മനുഷ്യരുടെ കഠിനാധ്വാനം ആവശ്യപ്പെടുന്ന മേഖലകൾ തന്നെയാണ്. നിർമ്മാണ മേഖലയിലും അതേ അവസ്ഥയിലാണ്. പുതിയ വീടുകൾ ഉയരുമ്പോൾ ഇവിടെയെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: വിദേശ തൊഴിലാളികൾ ഇറ്റലിയിൽ എത്തുന്നത് ഒരു കാരണത്താൽ മാത്രമല്ല. അവർക്ക് ജോലി ആവശ്യമുണ്ട്, ഇറ്റലിക്ക് തൊഴിലാളികളും ആവശ്യമുണ്ട്. ഈ രണ്ട് ആവശ്യങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ് ഒരു തൊഴിൽ ബന്ധം ശരിക്കും രൂപപ്പെടുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് തന്നെ പോകാം. ഇന്ന് ലോകത്തിന് മുൻപിൽ ഈ രാജ്യം അറിയപ്പെടുന്ന പല കാരണങ്ങൾ കൊണ്ടാണ്. ഇവിടുത്തെ ചരിത്രം, കല, ഫാഷൻ. പക്ഷേ ഇറ്റലിയിലെ ലോകത്തിൻ്റെ മുന്നിൽ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഇറ്റാലിയൻ ഭക്ഷണ രീതി തന്നെയാണ്. പിസ്സ, പാസ്ത, ഒലീവ് ഓയിൽ, വൈന്, പഴങ്ങളും പച്ചക്കറികളും. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇറ്റാലിയൻ ഭക്ഷണത്തെ സ്നേഹിക്കുന്നു. പക്ഷേ ഈ പറയുന്ന ഭക്ഷണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില മനുഷ്യരുണ്ട്. ഒരു പ്ലേറ്റിലെ ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തുന്നതിന് മുൻപ് അതിന് പിന്നിൽ നിരവധി കൈകൾ അധ്വാനിക്കുന്നുണ്ട്. ഒരു വിത്ത് നട്ട കൈയുണ്ട്, ആ വിള പരിപാലിച്ച കൈകൾ, വിളവെടുത്ത കൈകൾ. ആ കൈകളിൽ ഒരു വലിയൊരു പങ്ക് ഇന്ന് വിദേശ തൊഴിലാളികളുടേത് തന്നെയാണ്. ഇവിടെ വിളവെടുപ്പിൻ്റെ സമയത്ത് ഒരേ സമയം വലിയ തോതിൽ ആളുകൾ ആവശ്യമായി വരും. മുന്തിരി പറിക്കാനോ, പഴങ്ങൾ ശേഖരിക്കാനോ, പച്ചക്കറി വിളവെടുപ്പിന്, ഇതെല്ലാം കൃത്യമായ സമയത്ത് ചെയ്യേണ്ട ജോലികളാണ്. ഒരു ചെറിയ വൈകല്യം പോലും ആ വിളയുടെ നിലവാരത്തെ ബാധിക്കും. രണ്ടാമതായിട്ട് ഇറ്റലിയിലെ പല യുവാക്കളും ഇന്ന് കൃഷി മേഖലയിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല.
പുതിയ തലമുറയിൽ പലരും നഗരത്തിലേക്ക് ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓഫീസ് ജോലി, ടെക്നിക്കൽ മേഖലയിൽ, സേവന മേഖലയിൽ ഇവയിലേക്ക് യുവാക്കൾ കൂടുതൽ ആകർഷിക്കുന്നു. ഇതോടെ കൃഷി മേഖല തൊഴിലാളികളുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഒഴിവുകൾ നിറയ്ക്കുന്നത് വിദേശ തൊഴിലാളികളെ കൊണ്ട് തന്നെയാണ്. ഇറ്റലിയിലെ ഓരോ പ്രദേശത്തും സ്വന്തം കൃഷി പാരമ്പര്യങ്ങളുണ്ട്. വടക്കൻ ഇറ്റലിയിൽ വ്യവസായത്തിനൊപ്പം വലിയ കൃഷി മേഖലയുണ്ട്. മധ്യ ഇറ്റലിയിൽ പ്രശസ്തമായ മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് കൃഷിയും കാണും. തെക്കൻ ഇറ്റലിയിൽ പഴം, പച്ചക്കറി ഉൽപ്പാദനമാണ് വളരെ പ്രാധാന്യമേറിയത്. ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് ഇറ്റലിയുടെ കൃഷി മേഖലയിൽ വിദേശ തൊഴിലാളികൾ ഒരു സഹായം മാത്രമല്ല, അവർ ഈ മേഖലയിൽ ഒരു പ്രധാന ശക്തി തന്നെയാണ്. അവരുടെ അധ്വാനമില്ലാതെ പല ഉൽപ്പന്നങ്ങളും ഇന്ന് നമ്മുടെ വിപണിയിൽ എത്തില്ല. ഇനി ഇവിടെ മാത്രമല്ല, ഇറ്റലിയുടെ കൺസ്ട്രക്ഷൻ മേഖലയിലും ഒരു രാജ്യം വളരുന്നത് വലിയ ആശയങ്ങൾ കൊണ്ട് മാത്രമല്ല, ആ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന മനുഷ്യരുടെ അധ്വാനത്തിലൂടെ തന്നെയാണ്. നമ്മളൊരു നഗരത്തിലൂടെ നടക്കുമ്പോൾ കാണുന്ന ഓരോ കെട്ടിടത്തിനും പിന്നിൽ ഓരോ കഥകളുണ്ട്. ഒരു വീട്, ഒരു പാലം, ഒരു റോഡ്, ഒരു പുതിയ കെട്ടിടം, ഇവയെല്ലാം ഒരുപാട് ആളുകളുടെ കൈകളുടെ രൂപം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ കൈകളിലും പലതും പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നു. അവരാണ് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾ. ഇറ്റലിയുടെ ആധുനിക മുഖം നിർമ്മിക്കാൻ വിദേശ തൊഴിലാളികളുടെ പങ്ക് ചില്ലറയൊന്നുമല്ല. ഇനി ഇതൊന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, വിദേശ തൊഴിലാളികൾ ഇറ്റലിക്ക് നൽകുന്നത് ഒരു തൊഴിൽ മാത്രമല്ല, അവർ നൽകുന്നത് അവരുടെ കഴിവുകളും അധ്വാനവും അനുഭവവും സംസ്കാരവും കൂടി തന്നെയാണ്. ഒരു സമൂഹം വളരുന്നത് വ്യത്യസ്തമായ ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ്. ഇറ്റലിയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്നൊരു പുതിയ സമൂഹം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, എന്നാൽ ഒരേ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ തന്നെയാണ് ഇവരെല്ലാവരും ശ്രമിക്കുന്നത്. ഇതാണ് ഇന്ന് കാണുന്ന ഇറ്റലിയുടെ പുതിയ യാഥാർത്ഥ്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറ്റലിയുടെ കഥയിൽ വിദേശ തൊഴിലാളികളുടെ പങ്ക് ഇനി ചെറിയൊരു അധ്വാനമായി മാത്രം കാണില്ല. അത് രാജ്യത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ കഥയിലെ ഒരു പ്രധാന ഭാഗം തന്നെയായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതേർച്ചി.